വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മെ ഒന്ന് ചിന്തിപ്പിക്കുന്ന വലിയ ജീവിത തിരക്കുകളിടയിൽ ഒന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമ്മൾ ചില വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസകരമായ കാര്യങ്ങൾ അല്ലെ എന്തെങ്കിലും ഡോക്ടർ പറയുന്ന റിപ്പോർട്ടുകളൊക്കെ പെട്ടെന്ന് ജനങ്ങളിൽ നമ്മൾ ഒരു ഷോക്ക് പോലെ അല്ലേ, ഇപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ കാറ്റടിക്കുന്നു, അത് കഴിഞ്ഞ് കുഴപ്പമില്ല, ഇച്ചിരൂടെ കുഴപ്പമില്ല. പക്ഷെ ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു ചുഴലി എന്നൊക്കെ പറയുമ്പോൾ അത് അന്ന് പറയുന്ന പോലാണ് അസമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഇതിനെ നാം എങ്ങനെ ജയിക്കണമെന്ന് ചോദിച്ചാൽ ആദ്യമേ പ്രാർത്ഥനയുമായി ഒരു ദൈവവുമായി ഒരു ബന്ധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അതിനെ അവരുടെ ധ്യാനങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അതിനെ ഓവർകം ചെയ്യാൻ കഴിയും. വേദപുസ്തകത്തിൽ യേശു പറയുന്നൊരു വചനമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം ആ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തലത്തിൽ അങ്ങനെയുള്ളൊരു ക്രിസ്ത്യൻ വിശ്വാസമാണ് അതങ്ങനെ. അപ്പം എന്താണ് നിങ്ങൾ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്? പ്രാർത്ഥന നമുക്ക് ബലം തരുന്നതാണ്. പ്രാർത്ഥന നമുക്ക് നമ്മുടെ മനസ്സിന് കരുത്ത് തരുന്നതാണ്. പിന്നെ അതിനെ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അതിനായിക്കൊണ്ട് അത് ചെയ്യുമ്പോൾ തന്നെയും ഭയങ്കരമായ ഒരു വിശ്വാസമാണ് ഇതിലെല്ലാം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം ഒരു ക്യാൻസർ അതുപോലുള്ള പ്രയാസങ്ങളോട് പെട്ട് കീമോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പ്രത്യേകിച്ച് ഞാനൊരു ദൈവദാസനോടായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോവുകയും പ്രാർത്ഥിക്കുകയും വിഷയങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ പോലും ആ ഒരു കഷ്ടതയുടെ ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞ് പുറത്തു വരുമെന്നുള്ളൊരു ഉറപ്പ് വരും ആ വ്യക്തിക്ക്. ഇപ്പം നമ്മൾ ഒരാളോടൊരു ദൂരയാത്ര പോവാണ്, നമ്മളെന്താ പറയുക, ഞാൻ പോയിച്ചു വരാം അല്ലേ. ഇപ്പം ഒരു ട്രിപ്പ് ഒരാൾ പോവാം, 3 മാസത്തെ അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ ഒരാഴ്ച, നമ്മൾ പറയും ഞാൻ വരും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എങ്ങനെയാണ്, പോയിട്ട് വരും. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് നാം അതിലൂടെ കടന്നു പോകുമ്പോൾ നാം പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. ഞാനത് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നുകൂടെ പറയാം. ഈ സങ്കീർത്തനത്തിൽ 23 വചനമുണ്ട്, ഈവൻ വെൻ ഐ വോക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ ഈവിൽ. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല, ഭക്തൻ പറയുക. അപ്പോൾ ആ കൂരിരുൾ താഴ്വര എന്ന് പറയുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം, അത് ടെമ്പററിയാണ്, പെർമനൻ്റാണ്. നിങ്ങളിന്ന് കടന്നു പോകുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനകൾ അത് നിങ്ങളത് തീരുമാനിക്കേണ്ടത് ടെമ്പററി ആണോ പെർമനൻ്റ്. ആക്ച്വലി അതിന് വലിയ ആയുസില്ല. ആ രോഗത്തിനോ അല്ലെ മറ്റു കാര്യത്തിനോ കുറച്ച് സമയമേ ഉള്ളൂ നമ്മളിൽ വർക്ക് ചെയ്യും, അല്ലെ ആ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നിടം വരെ. പക്ഷേ അതിനെ നമ്മുടെ മനസ്സ് നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ മനസ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെവലിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അത് അന്നേരം ആ സമയങ്ങളിൽ നമ്മുടെ മനസ്സിലോ നഷ്ടപ്പെട്ടല്ലോ, പോയല്ലോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെയുള്ള രോഗമാണോ, അല്ലെ എൻ്റെ സാമ്പത്തിക വിഷയം ഇങ്ങനെയാണോ, അല്ലെങ്കിൽ എനിക്കത് നഷ്ടമുണ്ടായല്ലോ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലൊരു എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു, അദ്ദേഹം സാമ്പത്തികമായി ഡിപ്പോസിറ്റ് ചെയ്തെടുത്ത് വലിയൊരു തുകയായിരുന്നു. അത് പെട്ടെന്ന് ആ പ്രൈവറ്റ് ബാങ്ക് ഉണ്ടായിരുന്നത് അത് പൊട്ടി, അതായത് അത് ഇതായി കഴിഞ്ഞപ്പോൾ ആ പൈസ നഷ്ടമായി. ഒത്തിരി പരാതികളൊക്കെ കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് ആ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വലിയ മല പോലായി. പിന്നീട് അദ്ദേഹം രോഗിയായി. ആ രോഗം അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. അതേസമയം ഇതേ തുക ബാധ്യതയുള്ള ഒരാൾ, എനിക്ക് തോന്നുന്നു 80 വയസ്സിന് മുകളിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതേ ഒരു എക്സ് മിലിറ്ററിയോ എന്തോ ഒരു പെൻഷനോ കാര്യങ്ങളോ. അപ്പം അദ്ദേഹം അതായത് നഷ്ടപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് എൻ്റെ ജീവിതം ഹോമിക്കാൻ ഞാൻ തയ്യാറല്ല. ആ നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന ആ ചിന്തയിലൂടെ ആ ഭാരം എന്നിൽ വരുമ്പോൾ എനിക്ക് വരുന്ന സ്ട്രെസ്സ്, അതിലൂടെ എനിക്ക് വരുന്ന രോഗങ്ങളുണ്ട്, അത് ഞാൻ തയ്യാറല്ല. അപ്പം നഷ്ടം തന്നെ. നമുക്ക് ഓർക്കുമ്പോഴെല്ലാം വേദനയാണ്. ഇപ്പം നമ്മുടെ ഒരു തുക, ഒരു നിസ്സാരം ഒരു 100 രൂപ നമ്മൾ നഷ്ടപ്പെട്ടാലും കിട്ടുന്ന ഒരു ഭാരമാണ്. പക്ഷേ നമുക്കതിനകത്തൊരു ഇതില്ലല്ലോ, ലഭിക്കുമെന്നൊരു ഉറപ്പില്ല. കിട്ടിയാൽ കിട്ടി. അപ്പം അതിനെ വീണ്ടും അങ്ങനൊരു നഷ്ടം വന്നു. വീണ്ടും എനിക്ക് ആ നന്മ തന്ന ദൈവത്തിന്
എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്, ആ സമ്പത്തുണ്ടാക്കാൻ എനിക്ക് ശക്തി തന്ന ദൈവത്തിന് വീണ്ടും കഴിയും. നിങ്ങൾ രോഗിയാണെന്ന് എങ്ങനെയാണ് കഴിയുന്നത്? രോഗിയാണ് നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഒരു പക്ഷേ ചിലപ്പം നമ്മൾ മനസ്സിലാക്കണം, കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാനോ ഭവനം പണിക്കോ എന്നൊക്കെ വെച്ചിരിക്കുന്ന പൈസ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ പ്രയാസമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആ വിഷയത്തെ ജയിക്കാമായിരുന്നു. കുഞ്ഞിൻ്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇട്ട പൈസ, പക്ഷെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നു അനുഗ്രഹകരമായി പിന്നീട്. അപ്പോൾ നമ്മൾ ആ പ്രയാസമുണ്ട്, പ്രയാസത്തെ നമുക്ക് ദുഃഖമില്ല എന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ നമ്മളതിനെ എങ്ങനെ കാണും, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, എങ്ങനെയാണ് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ ഒരു കഥയുണ്ട്. ഒരു വാഗ്ദത്ത ദേശം പിടിക്കുന്നതിന് മുമ്പ് ഉറ്റുനോക്കാനായിട്ട് 12 ട്രൈബ്സിൽ നിന്ന്, അതായത് 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ വിടുകയാണ്. അവർ നോക്കിയപ്പോൾ പ്രശ്നങ്ങൾ തന്നെ, വലിയ മനുഷ്യരാനാക്കിയ മല്ലന്മാർ, ഇരുമ്പരഥങ്ങൾ, വലിയ പ്രശ്നം. പക്ഷേ ഈ 2 പേര് വന്ന വാർത്ത വ്യത്യസ്തമായിട്ടാണ്. 10 പേര് പറഞ്ഞത് നമുക്ക് അടക്കാനൊക്കത്തില്ല, നമുക്കത് ജയിക്കാനൊക്കത്തില്ല, അവർ നമ്മളെ കൊല്ലും, ഇരുമ്പരഥങ്ങളുണ്ട്, നാം അവരുടെ കയ്യിൽ ഇരയാണ്, അവർ ഞങ്ങളെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ വെട്ടുക്കിളി പോലെ തോന്നി. ഇതെല്ലാം അവരുടെ സങ്കല്പങ്ങളായിരുന്നു. ആക്ച്വലി അത് ഫാക്റ്റ് വ്യക്തികൾ. പക്ഷേ 2 പേര് പറഞ്ഞത് അതൊക്കെ ആയിരിക്കാം, ഇറ്റ് മേ ബി കറക്റ്റ്, ബട്ട് അവർ ഗാഡ് ഈസ് ഗ്രേറ്റ്. ദൈവം വലിയവനാണ്, അത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ഓർക്കാൻ ഞാൻ കഴിയും, ആ പ്രശ്നത്തെ അതിൻ്റെ മേൽ ജയിക്കാൻ കഴിയും. ഇവർ പറഞ്ഞത്, അപ്പോൾ കണ്ടത് വിഷയങ്ങൾ എല്ലാം സെയിമാണ്. പക്ഷേ കണ്ടത് 10 പേര് അവരുടെ ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ 2 പേര് അവരുടെ ഹൃദയ കണ്ണുകൊണ്ടാണ്. അവർ ചിന്തിച്ചത് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയാത്ത, ആ വിഷയത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് അവർ ചിന്തിച്ചത്. ഇവർ ചിന്തിച്ചത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കുമോ, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കത്തില്ല. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കാത്തപ്പോൾ പരാജയം അവർ വിളിച്ചു പറഞ്ഞു. മറ്റവർ 2 പേര് ബുദ്ധിമാന്മാരാണ്. അവർ ദൈവത്തിന് ആ വിഷയത്തെ ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, ഞാൻ കഴിയത്തില്ല, അവരെ ജയിക്കാൻ ദൈവത്തിന് കഴിയും, ഇതുവരെ നടത്തിയ ദൈവത്തിന്. അപ്പം ഏത് കാര്യങ്ങളിലും, ഞാനൊരു ആത്മീയനായതുകൊണ്ടാണ് ആത്മീയ ചിന്തകളിലൂടെ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ഏത് കാര്യങ്ങളിലും നമ്മളതിനെ കാണുന്ന മനോഭാവം. ചിലരതിനെ വളരെ ഈസി ആയിട്ട് തന്നെ, സാരമില്ല, ഇങ്ങനൊരു വിഷയമാണ്, ഞാനതിൽ നിന്ന് പുറത്തു വരും. നമ്മൾ പറയണം, ഞാൻ ഇങ്ങനൊരു വേദനയിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തകർച്ചയുടെ കടന്നു പോകണം. ഇത് ചിലപ്പോൾ 1 വർഷം എനിക്ക് അല്പം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും, പക്ഷേ ഞാനതിൽ നിന്ന് പുറത്തു വരും. ഈ മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വരുന്നതിനെ ആദ്യം നമുക്ക് ചിലത് കേൾക്കുകയും കാണുകയും ചെയ്യും പ്രയാസം, പക്ഷെ നമുക്കതിനെ ജയിക്കാൻ കഴിയും. പ്രത്യേകിച്ച് വചനവും പ്രാർത്ഥനയും ദൈവമായിട്ടൊക്കെ ബന്ധമുള്ളവർക്ക് ഈസിയായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എനിക്കിന്ന് ചെറിയ സന്ദേശം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ വിഷയത്തെ കാണും. ആ സമയത്ത് തളർന്നു പോകാനല്ല. തളർന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, നമുക്കതിനെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് വന്നു. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഒരാൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്. ഞാൻ തന്നെയല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ ഏത് വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിട്ടല്ല, ഞങ്ങളുടെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. സർവശക്തനായ ദൈവം എൻ്റെ കാര്യങ്ങൾ നടത്തിയൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിത് ജയിച്ച് മുന്നേറാൻ കഴിയും. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുവാനും സ്നേഹം മറക്കല്ലേ. ഇനി കാണുന്നിടം വരെ ദൈവം നിങ്ങളെ അവൻ്റെ ചിറകിൽ സൂക്ഷിക്കട്ടെ. ആമേൻ.